മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. ചേട്ടനോടെ പോയിരിക്കുവാ? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കങ്ങ് വേണ്ട. എയ്ഡ്സ് ഉള്ള കാലവാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, വനജെ ചേട്ടനോട് പോയി. ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല, വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? അമ്മേ, ഞാൻ പോകുന്നു. മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടമല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി, എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചിരാന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനൽക്ക് തട്ടിലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞേ? അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കുറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര. കുഞ്ഞിലക്ഷ്മി, കഞ്ഞി കാലായോ തരാൻ? ആയ കാണുമേ, ഇതാ വരുന്നു.